ഹലോ മുത്തുമണീസ്. അപ്പോൾ ദേ ഇന്ന് നമുക്ക് മുട്ട റോസ്റ്റ് വെച്ചാലോ. അപ്പോൾ ദേ മുട്ട നമ്മൾ കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് വേവിക്കാനായിട്ട് സ്റ്റവിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ സബോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ എന്തിനാണിത് പ്ലാസ്റ്റിക് കുറ കഴുകി കീറണമെന്ന് വിചാരിച്ചു. പ്ലാസ്റ്റിക് കുറയല്ല, സംഭവം ടിഷ്യൂ പേപ്പറാണ്. അപ്പം നമ്മുടെ ചോപ്പറിൽ അങ്ങോട്ട് സബോള നുറുക്കുമ്പോൾ ഈ ടിഷ്യൂ പേപ്പർ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മ പോരെന്ന് പറഞ്ഞ് കരയുണ്ട കേട്ടോ. ആ വെള്ളമൊക്കെ നമ്മുടെ കണ്ണീരും സബോളയുടെ കണ്ണീരൊക്കെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും നല്ല ഉപകാരമായിരിക്കും ടിഷ്യൂ പേപ്പർ. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. എനിക്കത് ഫലത്തിൽ വന്നതാണ്. അപ്പോൾ തക്കാളി നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇവയ്ക്കുള്ള മസാല ഐറ്റംസുകൾ എടുക്കാം. ഞാൻ മുളക് പൊടി എരിവുള്ളതാണ് എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ. പിന്നെ ഒരു 5 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ ബിരിയാണി മസാലയാണ് എടുക്കുന്നത്. പിന്നെ കടുക് പൊട്ടിച്ചാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. കുറച്ച് മതി കേട്ടോ ഈ മസാല. പിന്നെ നമ്മുടെ സബോള ഞാൻ പറഞ്ഞു, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുനുകുനാന്നരിഞ്ഞത്, പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ നമുക്ക് പാൻ വെച്ച് പാനിലേക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ കടുകിന് ഇട്ട് കൊടുക്കുക. കടുക് അവിടെ കിടന്ന് പൊട്ടുമ്പോഴേക്കും നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മുടെ ഇഞ്ചീനെ അങ്ങോട്ട് കൂട്ടിനങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മുടെ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ സബോളേനെ അങ്ങോട്ട് വാരി വിതറാം. ഇവയെല്ലാം നല്ല വെന്ത് സെറ്റായി വരുമ്പോഴേക്കും വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് തക്കാളിന് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കടുക് പൊട്ടിച്ചും വെക്കാറുണ്ട് കേട്ടോ. അപ്പം മുട്ടയൊക്കെ തൊണ്ട് പൊളിച്ച് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ദേ ഇത് വെന്ത് പാകമായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. സബോള നല്ല വഴണ്ട് വന്നാലാണ് ആ മുട്ട റോസ്റ്റിന് ടേസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ മുട്ട റോസ്റ്റിൽ ഈ സബോള ഇങ്ങനെ വഴണ്ട് വരാണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലേ കഴിക്കാനായിട്ട്. ഇങ്ങനെ കടിക്കുമ്പോൾ തന്നെ വേറെ എന്തോ ഒരു പോലെ ഇരിക്കും. തക്കാളി നല്ല ഉടച്ച് നമ്മൾ ചേർക്കണം കേട്ടോ. അപ്പോൾ തക്കാളിയും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവയെല്ലാം കടന്ന് നല്ല വഴണ്ട് വരുമ്പോഴേക്കും മൂത്ത് പാകമായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മസാല ഐറ്റംസ് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുത്ത് അവയെ നല്ല യോജിപ്പിച്ച് നല്ല വഴറ്റി അങ്ങോട്ട് എടുക്കുക കുറച്ച് നേരം അങ്ങോട്ട്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അപ്പം ഇത് വെന്ത് വഴണ്ട് നല്ല പാകമായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മുട്ടയെ അങ്ങോട്ട് ഇട്ട് കുറച്ച് നേരം ഒരു സ്ലോ ഫ്ലെയിമിൽ അതായത് നമ്മൾ മുട്ട മൂടി വയ്ക്കുക. അപ്പോൾ അതിലേക്ക് ആ എരിവൊക്കെ പിടിക്കുകയും ചെയ്യും. മുട്ട ഒന്ന് റോസ്റ്റായി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എനിക്ക് ഞങ്ങളുടെ ഒരു ഇത്ത ഇങ്ങനെ പറഞ്ഞു തന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പശുമ്പാലാണ് ഒഴിക്കുന്നത്. മൂടി വെച്ചിട്ട് വേണം കുറച്ച് നേരം 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട്. അപ്പം നമ്മൾ ഇന്ന് അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പത്തിനാണ് മുട്ട റോസ്റ്റ്. അപ്പം മുട്ട റോസ്റ്റും അപ്പവും നല്ല കോമ്പിനേഷനല്ലേ. അപ്പം നമുക്ക് ഇനി എന്തായിന്ന് നോക്കാം. കറിവേപ്പിലയിൽ ഇനി നമ്മളിതേ പാലാണ് ഒഴിക്കുന്നത്. നാളികേരത്തിന് ഭയങ്കര വിലയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നാളികേരം തിരികെ പാല് പിഴിയും വേണ്ട, പണിയും ലാഭം ടേസ്റ്റുമാണ്. അതൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് നമ്മൾ കറി ഇറക്കി വയ്ക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യമായി കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നിങ്ങളും ഇങ്ങനെ ചെയ്തു നോക്കുക.